ഗുഡ് ഈവനിങ് ഓൾ. ഗുഡ് ഈവനിങ് മാം. എൻ്റെ പേര് നീതു. ഞാൻ ദക്ഷയുടെ മദറാണ്. ഞാൻ വളരെ ഹാപ്പിയാണ്. അതുപോലെ തന്നെ എന്നെ പറയണ്ടേന്ന് അറിയത്തില്ല, അത്ര സന്തോഷമാണ്. ദക്ഷ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് ഇപ്പോൾ ഇത് 3-ാം മാസമാണ്, 3 മാസമാകാറായി. എനിക്ക് എന്താ മോളെക്കുറിച്ച് പറയേണ്ടതെന്ന് വെച്ചാൽ, അവളുടെ കോൺഫിഡൻറ്റ് ലെവൽ ഒരുപാട് കൂടിയേ. കൊച്ചിന് ഒത്തിരി കോൺഫിഡൻറ്റ് ലെവൽ കൂടി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അവളുടെ സംസാരത്തിലും അവൾ ചെയ്യുന്ന കാര്യങ്ങളിലും എല്ലാം എനിക്ക് മനസ്സിലായി. സംസാരവും രീതികളും എല്ലാം ഒത്തിരി മാറ്റം വന്നതായിട്ട് എനിക്ക് തോന്നി. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി ഞാനിവിടെ ഇസ്രായേലിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം എനിക്ക് ഫാമിലീനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പം മോളും മോളുടെ അനിയത്തിയും ഹസ്ബൻഡും പേരൻസും മാത്രമേ നാട്ടിലുള്ളൂ. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, എങ്ങനെ ഞാൻ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ ഇവരെ നല്ലൊരു കുഞ്ഞുങ്ങളാക്കി വളർത്തിയെടുക്കും. ഞാനും നാട്ടിലില്ല, എങ്ങനെ ആവുമെന്ന് ഓർത്ത് എനിക്ക് നല്ലൊരു ടെൻഷനുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ മാമിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത്. ഞാൻ മാമിൻ്റെ സിൽവർ ക്ലാസ്സിൽ ഒരു പ്രാവശ്യം ജോയിൻ ചെയ്തിരുന്നു. കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ചില ഈ ജോലിയുടെയൊക്കെ ബുദ്ധിമുട്ട് കാരണം എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ നെക്സ്റ്റ് മന്ത് തൊട്ട് വീണ്ടും ഞാൻ റീജോയിൻ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ കിഡ്സ് ബാച്ച് ഉണ്ട് മാമിന്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു മോൾക്കൊരു മെൻറ്ററെ കൊടുക്കണം. അവൾക്കിടെ 10 വയസ്സിൽ എനിക്കൊരു മെൻറ്ററെ കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഞാൻ അവൾക്ക് ഈ ചെറിയ പ്രായത്തിൽ അവൾക്കൊരു മെൻറ്ററെ കിട്ടിയില്ല, ഞാൻ വളരെ അഭിമാനിക്കുന്നുമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്ത് നല്ല ക്ലാസ്സാണ് മാമിൻ്റെ ക്ലാസ്. ഞാനെപ്പോഴും മിക്കവാറും കേൾക്കാറുണ്ട് മാം പറയുന്ന കാര്യങ്ങളെല്ലാം. അവരത് ഉൾക്കൊള്ളുന്നുമുണ്ട്, അവരത് ചെയ്യുന്നുമുണ്ട്, അവരവരുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നുമുണ്ട്. മാമിൻ്റെ ഈ ക്ലാസ്സും കൂടി ആയപ്പോഴത്തേനും ഒരുപാട് മാറ്റം വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ മിഡ് ടേം എക്സാമിന് ഒരു 4 സബ്ജക്റ്റിന് അവൾക്ക് ഫുൾ മാർക്കുണ്ട്. പിന്നെ ബാക്കിയൊക്കെ 1-2 മാർക്കിനൊക്കെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ആ പേപ്പേഴ്സൊക്കെ കാണണം, ഒരു റെഡ് മാർക്ക് പോലും ഇല്ലാതെ എല്ലാം ഫുള്ള്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ക്ലാസ്സിൽ ഓരോ കോമ്പറ്റീഷൻസ്, ഓരോ ആർട്സ് ഫെസ്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് അവൾ കൂടിയിട്ടുണ്ട്. പിന്നെ കോമ്പറ്റീഷനൊക്കെ വന്നപ്പോൾ അതിൻ്റെ അകത്തൊക്കെ കുറേ 2-3 പ്രൈസൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പം സ്കൂളിലെ റേഡിയോയിലൂടെ എൻ്റെ പേര് വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് വന്നത്. എനിക്കിങ്ങനെ പ്രൈസ് അടിച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പം അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എന്നോട് പറയും, ഞാനിങ്ങനെ ഓരോ കോമ്പറ്റീഷന് പങ്കെടുക്കുമ്പോഴും ഞാൻ ഓരോന്ന് ചെയ്യുമ്പോഴും ഞാൻ പറയും, ഞാനായിരിക്കും ഇതിലേറ്റവും നന്നായിട്ട് ചെയ്യുന്നത്, എൻ്റെയാണ് ഏറ്റവും നല്ലത്, ഞാനായിരിക്കും ഇതിൽ വിന്നർ എന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടാണ് അമ്മേ ഞാൻ ചെയ്യുന്നതെന്ന് എന്നോട് പറയും. അപ്പം ഞാൻ പറയും, അങ്ങനെ തന്നെ ചെയ്യണം, അങ്ങനെ ചെയ്താൽ നല്ല കുട്ടിയാകുന്നതെന്നൊക്കെ പറയും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇളയ ആൾക്ക് 5 വയസ്സായേ ഉള്ളൂ, UKG. അപ്പം നമ്മൾ പിന്നെ മൂത്തിയാക്കി ക്ലാസ് കൊടുക്കുന്ന കാരണം കൊണ്ട് ഇതെല്ലാം കേട്ടും ആളിപ്പോൾ കളറിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും ക്ലാസ് നടക്കുന്ന സമയത്ത്. എങ്കിൽ പോലും കുട്ടിയുടെ ശ്രദ്ധ ഈ ക്ലാസ്സിൻ്റെ അകത്തുണ്ട്. അപ്പം എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഈ മാം പഠിപ്പിച്ച ഈ 10 ഗുഡ് ഹാബിറ്റ്സും ഈ കുഞ്ഞാളെന്നെ പറഞ്ഞ് കേൾപ്പിച്ചു. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, അപ്പം ഒരാൾക്ക് ക്ലാസ് കൊടുത്തപ്പം ഇളയാൾക്കും കൂടി അത് കിട്ടി. ആ ആളും കൂടി അതിൽ ചേർന്ന് 2 പേരും കൂടി ഇപ്പം നല്ലൊരു എല്ലാ കാര്യം, 2 പേരും സ്കൂൾ വിട്ട് വരുന്നതേ ബാഗെല്ലാം കൊണ്ട് സെറ്റ് ചെയ്ത് ടിഫിൻ ബോക്സ് എല്ലാം കൊണ്ട് വെച്ച് കുളിച്ചതിന് ശേഷം മാത്രമേ സ്നാക്സ് കഴിക്കുള്ളൂ. നേരത്തെ അങ്ങനെയെന്ന് പറഞ്ഞ് വന്ന് കഴിയുമ്പോൾ കളിക്കാൻ പോകുമായിരുന്നു, കളിച്ചിട്ടൊക്കെ വന്നിട്ടാണ് പിന്നെ സ്നാക്സ് കഴിക്കുന്നത്. പക്ഷേ ഇപ്പം എല്ലാത്തിനും ഒരു അച്ചടക്കം, ഒരു ചിട്ട വന്നിട്ടുള്ളത് പോലെ തോന്നി. എല്ലാ അമ്മമാർക്ക് അത്രയും കൂടെ ജോലി കുറഞ്ഞു കിട്ടി. കാരണം ഞാനില്ലാത്തപ്പം അവർക്ക് ഒരുപാട് അവരെ ഇട്ടുകൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ഒരു വലിയ മാറ്റമായിട്ട് എനിക്ക് തോന്നി. ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര ഹാപ്പിയാണ്. പിള്ളേർക്ക് 2 പേരും അവർ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് വളരുന്ന പോലെ എനിക്ക് തോന്നി. എല്ലാ കുട്ടികളും ഈ മാമിൻ്റെ ക്ലാസ് ഇതുപോലെ കേട്ടും ചെയ്യണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഞാനിങ്ങനെ ഒരുപാട് പേർക്കൊക്കെ ഞാൻ മാമിൻ്റെ ഈ കിഡ്സ് ബാച്ചിൻ്റെ ഇതിൻ്റെ നമ്പർ അയച്ചു കൊടുത്തു, ചേരാൻ പറഞ്ഞ്. ഒരുപാട് പേരോട് ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ക്ലാസ്സാണ്, കൂടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്കിനി വേറൊന്നും പറയാനില്ല. കാരണം ഞാനിനി അവളുടെ ടീനേജ് ആകുന്നേടം വരെ ഞാനിത് ചെയ്യും എന്ന് തന്നെ, കണ്ടിന്യൂ ചെയ്യണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ തന്നെ ചെയ്യും. അവൾ വലുതാകുമ്പോഴും ഒക്കെ മാമിൻ്റെ അണ്ടറിൽ അവൾക്കൊരു മെൻറ്ററെ കിട്ടണം. അവൾ വളർന്നു വരുമ്പോൾ നല്ല കുട്ടിയായിട്ട് വളർന്നു വന്ന് നല്ല ഇതാകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പം എൻ്റെ ഒരു ഹാപ്പിനെസ് പങ്കുവെക്കാമെന്ന് ഞാൻ ഓർത്തു. അപ്പോൾ താങ്ക് യു.